ഹലോ എവ്രി വൺ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നൊരു സ്പെഷ്യലായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നിരിക്കുന്നത്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ആർക്കും ഏത് സമയത്തും വരാവുന്ന ഒന്നാണ് പനി. പനി മാത്രമാണോ? അതോടൊപ്പം കൂട്ടത്തിനെത്തും നമ്മുടെ ചുമയും ജലദോഷവും. ഈ സമയത്ത് ശരീരത്തിന് വേണ്ട പോഷകങ്ങൾ കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പനിയുടെ സമയത്ത് നമ്മുടെ വായുടെ രുചിയൊക്കെ അങ്ങ് പോകും. എല്ലാത്തിനും ഒരു കയ്പ് ഫീലായിരിക്കും നമുക്ക് തോന്നുക. എന്ന് വെച്ച് ഭക്ഷണം ഒഴിവാക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. പനി, ജലദോഷം, ചുമയിൽ നിന്നും ആശ്വാസം തരുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞങ്ങളുടെ വരവ്. എളുപ്പത്തിൽ ദഹിക്കാവുന്നതും അതുപോലെ തന്നെ ന്യൂട്രിയൻസ് അടങ്ങിയ ഒരു റെസിപ്പിയാണ്. അതായത് ഒരു കിടിലൻ സൂപ്പ്. സോ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് നമ്മുടെ സൂപ്പ് റെഡിയാക്കാൻ തുടങ്ങിയാലോ? ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു പാൻ ഇൻഡക്ഷനിലേക്ക് വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ ഗ്യാസ് വെക്കാനായിട്ട്. പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്ക്ക് പകരം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാം കേട്ടോ. അതിനുശേഷം ഞാനിവിടെ ആഡ് ചെയ്തത് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ്, ചെറുതായി അരിഞ്ഞ് വെളുത്തുള്ളി. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും, അതും വളരെ ചെറുതായി അരിഞ്ഞത്. ഇത് നമുക്കൊന്ന് ഒരു 30 സെക്കൻഡ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം, ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് അരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. കാരണം വെളുത്തുള്ളി കരിഞ്ഞു പോയാൽ ആ സൂപ്പിൽ ആ ടേസ്റ്റ് പെട്ടെന്ന് എടുത്തറിയും. ഇനിയിപ്പോൾ നമുക്ക് ആഡ് ചെയ്യേണ്ടത് കുറച്ച് വെജിറ്റബിൾസ് ആണ്. ഞാനിവിടെ 1/4 കപ്പ് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും അതുപോലെ തന്നെ 1/4 കപ്പ് ബീൻസുമാണ് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. കോളിഫ്ലവറോ അല്ലെങ്കിൽ ബ്രൊക്കോളിയോ മഷ്റൂംസോ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതുപോലെ ആഡ് ചെയ്യാം. ഇനി ചിക്കൻ സൂപ്പായിട്ട് എടുക്കണമെങ്കിൽ ചിക്കൻ ഒന്ന് വേവിച്ചിട്ട് അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഇട്ടത് ഒരു മാഗിയുടെ ക്യൂബാണ്, ഒരു ഹാഫ് മാഗിയുടെ ക്യൂബാണ് ഇട്ടത്. ഇത് ഓപ്ഷണലാണ്, ഞാനൊരു ടേസ്റ്റിന് വേണ്ടി മാത്രമേ ഇട്ടുന്നുള്ളൂ. ഒരു നിർബന്ധവുമില്ല ഇതിടേണ്ടത് കേട്ടോ. ഈ വെജിറ്റബിൾസൊക്കെ നമുക്ക് ഒത്തിരി അങ്ങ് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ക്രഞ്ചിനെസ് കിട്ടിയാൽ ആ ഒരു സൂപ്പിനൊരു ടേസ്റ്റ് വരുള്ളൂ. ഒത്തിരി അങ്ങ് വെന്ത് പോയാൽ അത്ര അങ്ങ് രുചി ഉണ്ടാവില്ല. സോ നമുക്കിതൊന്ന് ഒരു മിനിറ്റ് മുതൽ 1.5 മിനിറ്റ് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ, ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്ത പെപ്പറാണ്, കുരുമുളക് പൊടി ചതച്ചെടുത്തതാണ് കേട്ടോ ഇടേണ്ടത്. ഇപ്പോൾ ഞാൻ പൊടിയാണ് ഇട്ടേക്കുന്നത്, പക്ഷേ നമ്മുടെ സൂപ്പിൻ്റെ കളറൊക്കെ വല്ലാണ്ട് അങ്ങ് മാറും. സോ ക്രഷ് ചെയ്ത് ഫ്രഷ് ആയിട്ടുള്ള പെപ്പർ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കാരണം നമ്മുടെ ചുമക്കൊക്കെ നമുക്ക് തൊണ്ടയ്ക്കൊക്കെ നല്ല ആശ്വാസം കിട്ടും ഈ സൂപ്പ് അങ്ങ് കുടിച്ച് കഴിയുമ്പോൾ. ഇതിപ്പോൾ ഒരു 1.5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് വെള്ളമാണ്. ഒരു 2 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർക്കുന്നത്. നമുക്ക് ഈ വെള്ളത്തിന് പകരം നമ്മുടെ ചിക്കൻ ഇടുവാണെങ്കിൽ ആ ചിക്കൻ വേവിച്ചൊരു വെള്ളമില്ലേ, അത് ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ മാഗിയുടെ ക്യൂബിൻ്റെ ഒന്നും ഒരു ആവശ്യം വരത്തില്ല. ഈ ചിക്കൻ്റെ ആ വെള്ളം, വേവിച്ച വെള്ളം ആഡ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ ഇപ്പോൾ ചിക്കൻ ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാണ്ടിരുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾ നോക്കിയിടുക. കാരണം നമ്മൾ ഓൾറെഡി മാഗിയുടെ ക്യൂബ് ഇട്ടിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ഉപ്പും കൂടി വരും. സോ ഉപ്പിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കിയിട്ട് വേണം കേട്ടോ ഇടാൻ. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പാണ് ഈ സൂപ്പിലേക്ക് ഞാൻ ആഡ് ചെയ്തത്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ സൂപ്പ് ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ലാസ്റ്റ് പണിയും കൂടി ഇതിലേക്ക് ചെയ്യാനുണ്ട്. ഞാനിവിടെ കുറച്ച് കോൺഫ്ലവർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാ സൂപ്പിലും കോൺഫ്ലവർ ആഡ് ചെയ്യാറുണ്ട്. ഇതും ഓപ്ഷണലാണ്, ഒരു നിർബന്ധവുമില്ല. കോൺഫ്ലവർ ആഡ് ചെയ്താലും ഇല്ലേലും സൂപ്പിന് നല്ല കിടിലൻ ടേസ്റ്റാണ്, അത് ഗ്യാരൻറ്റിയാണ്. ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ സൂപ്പിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അത് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടൊരു 1 മിനിറ്റ് ഒരു ഗ്ലേസിങ് നമുക്ക് ആ സൂപ്പിന് മുകളിൽ ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ഗ്യാസ് ഓഫ് ആക്കുക. പനി വരുമ്പോൾ ഒത്തിരി വേർത്തൊക്കെ നമ്മുടെ ശരീരത്തിലുള്ള ജലാംശമൊക്കെ പുറത്തേക്ക് പോകും. സോ നമ്മളുടെ ബോഡിനെ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് വയ്ക്കാൻ നോക്കുക. അപ്പോൾ ഇതുപോലത്തെ സൂപ്പുകളൊക്കെ ഒത്തിരി നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഫ്ലൂയിഡ് ഒത്തിരി, വെള്ളമാണെങ്കിലും എന്താണെങ്കിലും ഒത്തിരി കുടിക്കാനായിട്ട് നോക്കുക. പാലൊക്കെ കഴിവതും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക.
കരിക്കും വെള്ളമൊക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ പനിയുള്ള സമയത്തൊക്കെ കുടിക്കുവാൻ. അതുപോലെ തന്നെയാണ് ഒത്തിരി പ്രോട്ടീൻ അടങ്ങിയ ഒന്നാണ് ചിക്കൻ എന്നത്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വേവിച്ച് സൂപ്പ് ഉണ്ടാക്കി കുടിക്കുന്നതും നല്ലതാണ്. ഞാൻ പറഞ്ഞല്ലോ ഇതിലിപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ഉണ്ട്. ചിക്കൻ നന്നായിട്ട് വേവിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്കൊരു ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റ് വരുമ്പോൾ ഒന്നുകൂടി രുചി കൂടും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഫിഷും അതും നന്നായിട്ട് വറുത്തതും പൊരിച്ചതൊന്നും അല്ല, നന്നായിട്ട് വേവിച്ച ഫിഷൊക്കെ പനിയുടെ സമയത്തൊക്കെ കുറേശ്ശെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നമുക്ക് ലാസ്റ്റായിട്ടുള്ള ആളെയാണ് നമ്മളിപ്പോൾ ചേർത്തത്. കുറച്ച് മല്ലിച്ചീര, പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിൽ ഇല്ലാതിരുന്നതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തില്ല. മല്ലിച്ചീരയും കൂടി ഇട്ടിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ഇതിപ്പോൾ 2 പേർക്കുള്ള സൂപ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ പറഞ്ഞത്. ഫ്രഷ് ജ്യൂസൊക്കെ കുടിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. 103 ഡിഗ്രിക്ക് മുകളിലുള്ള പനിയൊന്നും നമ്മൾ സ്വയം ചികിത്സയ്ക്കായിട്ട് വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാതെ ഡോക്ടറെ തന്നെ കാണിക്കുക. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ്. സോ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.